ഔസീറ്റയുടെ ഓൺലൈൻ ട്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് മാത്സ് ആണ്. മാത്തമാറ്റിക്സിലെ ക്ലാസ് 9 ചാപ്റ്റർ 1 ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പെയേഴ്സ് ഓഫ് ഇക്വേഷൻ അതാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലെ ചോദ്യം നമുക്ക് നോക്കാം. ഈ വർഷം ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണെങ്കിൽ ഒരു വലിയ ടെക്സ്റ്റ് ആണ്, ഒത്തിരി ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഇതെല്ലാം നമ്മുടെ സമയബന്ധിതമായി തന്നെ തീർക്കേണ്ടതുണ്ട്. അതുപോലെ എല്ലാ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കും സൗജന്യമായിട്ടാണ് നമ്മൾ യൂട്യൂബ് വഴി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ 20 മിനിറ്റ് സമയം എടുത്തിട്ടാണ് നമ്മൾ പാഠഭാഗങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാക്സിമം നമ്മൾ പറഞ്ഞു തരാൻ ശ്രമിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്താണ് വിമർശനങ്ങൾ വരുന്നതിൽ കുഴപ്പമില്ല. കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഉപദേശങ്ങൾ തരാനുണ്ടെങ്കിൽ, മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ചോദ്യം പറയുന്നത്, ഒരു ചെപ്പിനകത്ത്, ഒരു ബോക്സിനകത്ത് 2 ബീഡ്സ് ഉണ്ട്. 2 എണ്ണമല്ല, 2 തരത്തിലുള്ള ബീഡ്സ് ഉണ്ട്. ഒന്ന് ബ്ലാക്ക് ആണ്, മറ്റേത് വൈറ്റ് ആണ്. ഈ ബ്ലാക്കും വൈറ്റും കൂടെ കൂട്ടുമ്പോൾ ഇതിനകത്തുള്ള ബ്ലാക്ക് മുത്തുകളും കറുത്ത മുത്തുകളും കൂടി ചേർത്ത് ആകെ അതിനകത്ത് 100 മുത്തുകളാണുള്ളത്. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ പറയാം. അതായത് ഒരു ചെപ്പുണ്ട്, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് കറുത്ത മുത്തുണ്ട്, വെളുത്ത മുത്തുണ്ട്. ഈ കറുത്ത മുത്തും വെളുത്ത മുത്തും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആകെ 100 മുത്തുകളാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിലെ കറുപ്പ് എത്ര, വെളുപ്പ് എത്ര, അതാണ് നമ്മുടെ ചോദ്യം. പക്ഷേ ഈ ഇത്രയും മാത്രം വെച്ചുകൊണ്ട്, ഇത്ര ഇൻഫർമേഷൻ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ കഴിയില്ല. ഒരു ചെറിയൊരു ഹിന്റ് കൂടി ചോദ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് വെള്ള മുത്തിനേക്കാൾ, വൈറ്റ് ബീഡ്സിനേക്കാൾ 10 കൂടുതലാണ് ബ്ലാക്ക് ബീഡ്സ്. ഇങ്ങനെ ഒരു കാര്യം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ഹിന്റ് വെച്ചിട്ട് വേണം നമ്മൾ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ. ഒന്നുകൂടെ നമുക്ക് പറയാം. നമുക്ക് ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, അതുപോലെ വൈറ്റ് ബീഡ്സ് ഉണ്ട്. ബ്ലാക്കും വൈറ്റും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം ആകെ 100 ബീഡ്സ് ആണ് നമുക്ക് അതിനകത്ത് കിട്ടുക. ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, വൈറ്റ് ബീഡ്സ് ഉണ്ട്. രണ്ടും കൂടി കൂട്ടുമ്പോൾ ആകെ 100 മുത്തുകളാണ് നമുക്ക് ആ ബോക്സിനകത്ത് നിന്ന് കാണാൻ സാധിക്കുക. ഇതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ വൈറ്റിനേക്കാൾ 10 കൂടുതലാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഈ വൈറ്റ് നമുക്ക് അറിയില്ല, വൈറ്റിന്റെ എണ്ണം നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് വൈറ്റിന്റെ എണ്ണത്തിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. നമ്മൾ ഈ മാത്സിനകത്ത് നമ്മൾ അറിയാൻ പാടില്ലാത്ത സംഗതിയൊക്കെ എക്സും വൈയും സെഡും കെയും ബിയും എയും സിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അതുപോലെ വൈറ്റിനെ നമ്മൾ എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, കാരണം നമുക്ക് വൈറ്റ് അറിയില്ല. അപ്പോ ബ്ലാക്ക് ഇല്ലേ, ബ്ലാക്ക് വൈറ്റിന് എക്സ് കൊടുത്തു. അപ്പൊ ബ്ലാക്ക് എത്രയായിരിക്കും? സിമ്പിൾ ആണ്. വൈറ്റ് എക്സ് ആണെങ്കിൽ ഹിന്റ് അനുസരിച്ച് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 10 എണ്ണം കൂടുതലാണ് വൈറ്റിനേക്കാൾ. അപ്പോൾ വൈറ്റിനേക്കാൾ 10 എണ്ണം കൂടുതലാണ്. വൈറ്റ് ഇവിടെ എണ്ണം എക്സ് ആണ്, അതിനേക്കാൾ 10 എണ്ണം കൂടുതലാണ് ബ്ലാക്ക്. വൈറ്റിനേക്കാൾ, അതായത് വൈറ്റിന്റെ എണ്ണം എക്സ് ആണ്, ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിനേക്കാൾ 10 കൂടുതലാണ്, അതായത് എക്സിനേക്കാൾ 10 കൂടുതലാണ്. അപ്പൊ എക്സിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? 10 ആഡ് ചെയ്തു. എന്നിട്ട് പറയാണ്, ഈ ബ്ലാക്കിന്റെ എണ്ണം x + 10 ആണല്ലോ, അതും വൈറ്റും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 100 മുത്തുകൾ. ബ്ലാക്ക് മുത്തും വൈറ്റ് മുത്തും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 100 മുത്തുകൾ. ഇപ്പൊ ബ്ലാക്കിന്റെ എണ്ണം x + 10 ആണ്, വൈറ്റിന്റെ എണ്ണം x ആണ്. നോക്കൂ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിൾ മാത്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ എക്സിന്റെ സൈഡിൽ 1 ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ 1 ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ ഒന്നും കൂടെ കൂട്ടുക, അപ്പൊ നമുക്ക് 2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് ഒരു എക്സ് എടുത്ത് എഴുതുക, 2x എന്നായി. +10 = 100. ഇനി ഈ 10നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ 2x മാത്രമാവും, =100. ഇവിടെ ഓൾറെഡി 100 ഉണ്ടായിരുന്നു, ഇത് അപ്പുറത്തേക്ക് -10. അപ്പൊ നമുക്ക് കിട്ടും എന്താണ്? 90. ഇതെങ്ങനെയാ -10 ആയെന്നറിയാവോ? അതായത് ഇവിടെ പ്ലസിൽ കിടക്കുന്ന ഒരു സംഖ്യ അപ്പുറത്തേക്ക് പോകുമ്പോൾ, =ന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് -10 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് 2x = 10 ആണ്, 90 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സ് മാത്രമായിട്ട് ഇവിടെ ഇടുക. നമുക്ക് എക്സ് ആണല്ലോ വേണ്ടത്, എക്സ് മാത്രമായിട്ട് ഇവിടെ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ 90 അവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷനിലാണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഡിവിഷനിലേക്ക് മാറും കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഡിവിഷനിലേക്ക് മാറും.
90/2 45 എന്ന് കിട്ടും. അതായത് എക്സിന്റെ വാല്യൂ 45 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? വെള്ളമുത്താണ്. അപ്പൊ വൈറ്റ് ഈസ് ഈക്വൽ ടു 45. വൈറ്റ് ഈസ് ഈക്വൽ ടു 45. വെള്ളമുത്ത് എത്രയാണ്? 45. നോക്കിയേ, ഇനി ബ്ലാക്ക് ആണെങ്കിലോ? ബ്ലാക്ക് കാണാൻ വേണ്ടി നമുക്ക് അതിനകത്തൊരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്താണ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ? വൈറ്റിനേക്കാൾ 10 കൂടുതലാണ്. വൈറ്റ് അവിടെ 45 നമുക്ക് കിട്ടി, അതിനേക്കാൾ 10 കൂടുതലാണ്, അതായത് 55 ആണ് ബ്ലാക്ക്. നോക്കൂ, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 100 മുത്തുകൾ തന്നെ കിട്ടും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ മാത്സ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കുക, ഒരു പേന എടുത്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഈ സൈഡിലായിട്ട് കാണിച്ചിരിക്കുന്ന ചോദ്യം എഴുതിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉത്തരം ഇതിൽ നിന്ന് നോക്കി എഴുതുകയോ അതിൽ 2-3 തവണ കണ്ട ശേഷം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുകയോ ചെയ്യുക. 20 മിനിറ്റ് കൊണ്ട് നമ്മൾ മാക്സിമം പറ്റുന്ന ചോദ്യങ്ങൾ ചെയ്യിക്കും. ആ ചോദ്യങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യുക. അതായത് പഠിപ്പിച്ചു കഴിഞ്ഞാലും 2-3 തവണ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഫർണിച്ചറിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. മേശയും കസേരയും എല്ലാവർക്കും അറിയാമല്ലോ, ടേബിൾ ആൻഡ് ചെയർ. ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം, ടേബിൾ ആൻഡ് ചെയർ. ഇപ്പോൾ ഒരു ടേബിളിനും ചെയറിനും വേണ്ടി 11,000 രൂപ 11,000 രൂപയാണ് ഒരു ടേബിളിനും ചെയറിൻ്റെയും വില. ഈ ചോദ്യം നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കും, വായിച്ചു നോക്കുക. ഒരു ടേബിളിനും ചെയറിനും കൂടെ ചേർത്തിട്ട്, ഒരു ടേബിളും ചെയറും കൂടെ ചേർത്തിട്ട് 11,000 രൂപയാണ് അതിൻ്റെ വില. ടേബിളും ചെയറും കൂടെ 11,000 രൂപയാണ് വില കേട്ടോ. ഇനി മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഒരു ടേബിളും 4 ചെയറും കൂടി, ഒരു ടേബിളും 4 ചെയറും കൂടി 14,000 രൂപ 14,000 രൂപയാണ് വരുന്നത്. നോക്കൂ, ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് ഒരു ടേബിളും ചെയറും കൂടി 11,000 രൂപ. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഒരു ടേബിളും 4 ചെയറും കൂടി 14,000 രൂപ. അങ്ങനെയാണെങ്കിൽ ചെയറിന്റെ വില എത്ര എന്നാണ്. ചെയറിന്റെയും ടേബിളിന്റെയും വില എത്ര എന്നുള്ളതാണ് ചോദ്യം. ചെയറിന്റെയും ടേബിളിന്റെയും വില എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മള് ചെയറിന്റെ വില ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ടേബിളിന്റെ അറിയില്ല, ചെയറിന്റെ വിലയ്ക്ക് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. ചെയറിന്റെ വില എക്സ് ആണ്. അപ്പൊ ടേബിളിന്റെ വില എത്രയായിരിക്കും? ചെയറിന്റെ വില എക്സ് ആണെങ്കിൽ ടേബിൾ എത്രയായിരിക്കും? നോക്കൂ, ഒരു ചെയറും ടേബിളും കൂടെ ചേർന്നാണല്ലോ 11,000 രൂപ വരുന്നത്. അതിൽ ചെയറിന്റെ വില എക്സ് ആണ്. ചെയറിന്റെ വില എക്സ് ആണ്. നോക്കൂ, ഇത് എക്സ് ആണ്, ഇതിന്റെ വില എക്സ് ആണ്. ടേബിളും ചെയറും കൂടെ ചേർന്നാണല്ലോ 11,000 രൂപ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ടേബിളിന്റെ എന്തായിരിക്കും? നോക്കൂ, 11,000-ൽ നിന്ന് ഒരു ചെയറിന്റെ വില കുറച്ചാൽ പോരില്ലേ നമുക്ക് ടേബിളിന്റെ വില കിട്ടാൻ? നോക്കൂ, നമുക്ക് 11,000 രൂപയാണ് നമ്മുടെ ചെയറിന്റെ വില, മൊത്തം വില. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ചെയറിന്റെ വിലയായിട്ടുള്ള എക്സിനെ കുറയ്ക്കുന്നു. അപ്പോൾ നോക്കൂ, ടേബിളും ചെയറും കൂടെ 11,000 രൂപയാണ്. ആ 11,000-ൽ നിന്ന് ചെയറിന്റെ വില കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ടേബിളിന്റെ വില കിട്ടും. ഒന്നുകൂടെ, 11,000 രൂപയാണ് ഒരു ടേബിളിനും ചെയറിനും കൂടെ ചേർത്ത്, ഒരു ടേബിളിനും ചെയറിനും കൂടെ ചേർത്ത്, ഒരു മേശയ്ക്കും കസാരയ്ക്കും കൂടെ ചേർത്ത് 11,000 രൂപയാണ്. ആ 11,000 രൂപയിൽ നിന്ന് ഒരു ചെയറിന്റെ വില കുറച്ചാൽ നമുക്ക് ആ ടേബിളിന്റെ വില കിട്ടും. ഇന്നലെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ചെയറും ടേബിളിന്റെയും വില നമുക്ക് കണ്ടെത്താം. നോക്കൂ, അപ്പോൾ ടേബിളിന്റെ വില 11,000 മൈനസ് എക്സ് ആണ്. അപ്പൊ ഞാനിനി ചെയ്യാൻ പോകുന്നത്, ഈ ടേബിളിന്റെ വിലയുടെ സ്ഥാനത്ത് 11,000 മൈനസ് എക്സ് പ്ലസ് 4 ചെയർ ആണ് അവിടെ ഉള്ളത്. ഒരു ചെയർ എക്സ് ആണ്, 4 ചെയർ ആകുമ്പോൾ 4x ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 14,000 രൂപ കിട്ടും. അപ്പോൾ ഒരു ടേബിളിന്റെയും 4 ചെയറിന്റെയും കൂടെ വില നമുക്ക് 14,000 രൂപ അവിടെ കിട്ടും കേട്ടോ. ഒരു ടേബിളിന്റെയും 4 ചെയറിന്റെയും കൂടെ വില 14,000 രൂപ നമുക്ക് കിട്ടും. ഇത് നമുക്ക് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ചെയറിന്റെയും ടേബിളിന്റെയും വില നമുക്ക് ലഭിക്കും. അപ്പൊ നോക്കാം എങ്ങനെയാന്ന്. നോക്കൂ, മൈനസ് എക്സ് ഇവിടെ ഉണ്ട്, പ്ലസ് 4x ഇവിടെ ഉണ്ട്. മൈനസ് എക്സ് ഉണ്ട്, പ്ലസ് 4x ഉണ്ട്. മൈനസും പ്ലസും കൂടി വരികയാണ്. അങ്ങനെ എന്ത് ചെയ്യും? മൈനസ് എക്സ് പ്ലസ് 4x, ഇവിടെ 4 ഉള്ളത് പോലെ ഇവിടെ 1 ഉണ്ടെന്ന് വിചാരിക്കുക.
മൈനസ് 1x പ്ലസ് 4x. അപ്പോൾ എന്ത് ചെയ്യും? നോക്കൂ, ഇവിടെ നമുക്കൊരു മാത്സിലെ ഒരു നിയമം ഉപയോഗിക്കാം. മൈനസും പ്ലസും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാണ്ടെ ഈ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയെ കുറയ്ക്കാം. 11,000 അവിടെ ഉണ്ടല്ലോ, അതെഴുതി. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയെ കുറയ്ക്കണം. 4x നിന്ന് 1x കുറയ്ക്കണം. അപ്പം നമുക്ക് 3x കിട്ടുമല്ലോ, 3x കിട്ടും. എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഉപയോഗിക്കണം, പ്ലസ് പ്ലസ് 3x ഈസ് ഈക്വൽ ടു 14,000. ഇനി എന്താ ചെയ്യുന്നത്? ഈ 11,000 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. നമുക്ക് x ആണല്ലോ വേണ്ടത്. 11,000 അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. 14,000 മൈനസ് 11,000. നോക്കൂ, അപ്പൊ നമുക്ക് കിട്ടും 14,000 മൈനസ് 11,000 3,000 ആണ് വരുന്നത്. അതിൽ നമുക്ക് x കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ കിടക്കുന്ന 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ ഡിവിഷനിലേക്ക് മാറും. അപ്പൊ നമുക്ക് കിട്ടും x is equal to 1,000 rupees. അതായത് ചെയറിന്റെ വില നമുക്ക് കിട്ടി 1000 രൂപയാണ്. ചെയറിന്റെ വില 1000 രൂപയാണ്. അങ്ങനെയാണ് ടേബിളിന്റെ വില എത്രയായിരിക്കും? ടേബിൾ ഈസ് ഈക്വൽ ടു 11,000 നിന്ന് 1000 രൂപ കുറച്ചാൽ മതി. അതായത് 10,000 രൂപയാണ് നമ്മുടെ ടേബിളിന്റെ വില. ഇങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യത്തിൽ ടേബിളിന്റെയും ചെയറിന്റെയും വില കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പം കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ മാത്സ് 9ാം ക്ലാസ്സിലെ മാത്സ് ആണ് പഠിക്കുന്നത്. ചാപ്റ്റർ 1 ആദ്യത്തെ ഒരു മൂന്നാമത്തെ ചോദ്യമാണ് ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ തന്നെ വേണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നോട്ട്ബുക്ക് എടുക്കുക, അതിന് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇത് കൂടാതെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ കൂടി പഠിപ്പിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പൊ നോക്കൂ, അടുത്ത ചോദ്യം പറയുന്നത് 2 സംഖ്യകൾ തന്നിട്ടുണ്ട്, 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഒരെണ്ണം സ്വാഭാവികമായും വലുതും മറ്റേ ചെറുതുമായിരിക്കും, അല്ലെ? 2 വ്യത്യസ്തമായ നമ്പറുകൾ എടുക്കുമ്പോൾ ഒന്ന് സ്വാഭാവികമായി വലുതും മറ്റേത് ചെറുതുമായിരിക്കും. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചെറിയ നമ്പറുണ്ട്, വലിയ നമ്പറുണ്ട്. അപ്പം എന്താണ്? സ്മോളർ ആയിട്ടുള്ള നമ്പറുണ്ട്, പിന്നെന്താണ്? ബിഗർ ആയിട്ടുള്ള നമ്പറുണ്ട്. സ്മോളർ ഉണ്ട്, ബിഗർ ഉണ്ട്. അപ്പൊ സ്മോളർ നമ്പർ എന്ന് പറഞ്ഞാൽ സ്മോളർ നമ്പറിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. സ്മോളർ നമ്പറിനെ ഞാൻ വെറുതെ എക്സ് എന്ന് വിളിച്ചു, എനിക്കറിയില്ല അവന്റെ പേര് എക്സ് ആണ്. ആ എക്സിനെ വിളിച്ചു മിസ്റ്റർ എക്സ്. അപ്പൊ നോക്കൂ, സ്മോളർ നമ്പർ എക്സ് ആണ്. ബിഗർ എന്ന് പറഞ്ഞാല് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്മോളർ നമ്പറിന്റെ 5 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്മോളർ എക്സ് ആണെങ്കിൽ ബിഗർ 5 തവണ കൂടുതലായിരിക്കും, 5 മടങ്ങ് കൂടുതലായിരിക്കും. സ്മോളർ എക്സ് ആണെങ്കിൽ ബിഗർ 5 തവണ കൂടുതലായിരിക്കും കേട്ടോ. സ്മോളർ എക്സ് ആണെങ്കിൽ ബിഗർ 5 തവണ കൂടുതലായിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട് എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം കേട്ടോ. അതായത് ബിഗർ നമ്പർ എന്ന് പറഞ്ഞാൽ 5x അല്ലേ? ബിഗർ നമ്പർ 5x ആണ്. ആ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കണം. ചെറിയ നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് 32 കിട്ടും എന്നാണ് പറയുന്നത്, 32 കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. വലിയ സംഖ്യയിൽ നിന്ന്, വലിയ സംഖ്യ 5x ആണ്, അതിന് ചെറിയ സംഖ്യ കുറയ്ക്കുമ്പോൾ നമുക്ക് 32 കിട്ടും. 5x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 5x-ൽ നിന്ന് 1x കുറച്ചാൽ നമുക്ക് കിട്ടും 4x. 5x-ൽ നിന്ന് 1x കുറച്ചാൽ നമുക്ക് കിട്ടും 4x is equal to 32. 4x equal to 32. x is equal to, നോക്കൂ, x മാത്രം നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അതുകൊണ്ട് നമ്മൾ ഈ 4-നെ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. 32/4 എത്ര കിട്ടും? 4×8 32 അല്ലേ? അപ്പോ 8 ആണ് നമുക്ക് ആൻസർ വരുന്നത്. x 8 ആണ്. നോക്കൂ, സ്മാളർ നമ്പർ കിട്ടി, നമുക്ക് x ആണെന്ന് കിട്ടി. സ്മാളർ നമ്പർ എന്താണ്? 8 ആണെന്ന് കിട്ടി. സ്മാളർ നമ്പർ 8, സ്മാളർ 8. അപ്പൊ ബിഗർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബിഗർ നമ്പർ ഈസ് ഈക്വൽ ടു 5 മടങ്ങാണ് 8-നേക്കാളും അല്ലെ? അപ്പൊ 5 × 8 40, 40 ആണ് നമ്മുടെ നമ്പർ കേട്ടോ. അപ്പൊ ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പോണ്. നമ്മുടെ മാത്സിലെ ചാപ്റ്റർ 1-ലെ 9ാം ക്ലാസ്സിലെ മാത്സിലെ ചാപ്റ്റർ 1-ലെ 4-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 4-ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞ ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളൊരു ഭിന്നസംഖ്യയെ നമ്മൾ എങ്ങനെ എഴുതും? അതിന് അംശം ഉണ്ടാവും അല്ലെ? അതിന് ന്യൂമറേറ്റർ ഉണ്ടാവും. അപ്പൊ അംശത്തിന് ഞാൻ എക്സ് എന്ന് കൊടുക്കാം, ന്യൂമറേറ്ററിന് ഞാൻ എക്സ് എന്ന് കൊടുക്കാം. ഇനി അതിന് ഡിനോമിനേറ്റർ ഉണ്ടാവും, ചെയ്തു എന്നാണ് മലയാളത്തിൽ വിളിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? y എന്ന് ഞാൻ കൊടുക്കണേ. അപ്പൊ ഒരു ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ ചോദിച്ചാലേ x/y എന്ന് എഴുതാമേ.
എക്സ് ബൈ വൈ എന്ന് എഴുതാം കേട്ടോ. ഒരു ഫ്രാക്ഷൻ നമുക്ക് എക്സ് ബൈ വൈ എന്ന് എഴുതാം. വൈ 0 ആകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പൊ നമുക്ക് എക്സ് ബൈ വൈ ആണ് ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചോദ്യം വായിക്കാം. ആ ചോദ്യത്തിനകത്ത് പറയുന്നത് നമ്മളെ അംശത്തിനോട് ഒന്ന് ചേർക്കുകയാണ്. അതായത് ഇവന്റെ കൂടെ ഒന്ന് ചേർക്കുകയാണ്. അപ്പൊ നോക്കൂ, എക്സ് പ്ലസ് 1 ആകുന്നു അല്ലെ, എക്സ് പ്ലസ് 1 എന്ന് ഡിവൈഡഡ് ബൈ വൈ. അപ്പോൾ ഇവന്റെ സംഖ്യ എന്ന് പറഞ്ഞ ഈ ഫ്രാക്ഷൻ ഒന്നുകൂടെ ഒന്ന് മാറിയിട്ട് ആകുന്ന നമ്പർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആകുന്നത് 1/2 ആയിട്ട് മാറും. അതായത് ഇവന്റെ ന്യൂമറേറ്ററിന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ, എക്സ് ആണ് അവന്റെ ന്യൂമറേറ്റർ, ആ ന്യൂമറേറ്ററിന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ അവന്റെ വാല്യൂ, ആ ഫ്രാക്ഷന്റെ വാല്യൂ, ആ ഭിന്നസംഖ്യയുടെ വാല്യൂ 1/2 ആയിട്ട് മാറും. 1/2 ആയിട്ട് മാറും. അപ്പൊ ഞാൻ ഇവനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു പരിപാടി കാണിക്കാൻ പോവുകയാണ്. ഞാൻ ഈ വൈയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ഇവിടെ ഡിവിഷനിലാണ് ഈ y കിടക്കുന്നത്. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു y ഇവിടെയാണ് കിടക്കുന്നത്. 1/2 അവിടെ ഉണ്ട്, ഇൻറ്റു y ആയിട്ട് മാറും. ഇവിടെ ഡിവിഷൻ ഈ കിടന്ന സാധനം അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ 2 ഇല്ലേ, ഈ 2 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ചുമ്മാ എടുത്തങ്ങ് എഴുതിയാൽ പോരാ. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ ഇവനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെയെന്നല്ലേ കാണിച്ചു തരാം. നോക്കിയോ, അതായത് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 2 into x 2x പ്ലസ് 2 into 1 2 is equal to y. അതായത് y is equal to 2x plus 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇത് ഒന്നാമത്തെ ഹിന്റ് വെച്ച് കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഹിന്റ് വെച്ച് നമ്മൾ ഒരു പരിപാടി കണ്ടുപിടിക്കാൻ പോവാണ്. രണ്ടാമത്തെ ഹിന്റ് എന്ന് പറഞ്ഞാല് ഈ മുകളിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ എടുക്കുന്നു, അവന്റെ ഡിനോമിനേറ്ററിൽ ഒന്ന് കൂട്ടുന്നു. കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്, ഡിനോമിനേറ്ററിൽ ഒന്ന് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 1/3. അവന്റെ ഡിനോമിനേറ്ററിൽ ഒന്ന് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 1/3. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ഇവനെ ഒന്നുകൂടി നേരത്തെ പോലെ അറേഞ്ച് ചെയ്യാണ്. ഈ സാധനത്തിന് ഞാൻ ഈ ഒരു y plus 1 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് കിട്ടും x is equal to 1/3 into y plus 1. 1/3 into y plus 1. തീർന്നില്ല. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 3 ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ, ഈ 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്, 3 into x 3x is equal to എന്താണ്, y plus 1 എന്ന് കിട്ടും. 3x is equal to y plus 1 എന്ന് കിട്ടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ പരിപാടിയാണ്, ഒരു ചെറിയ കാര്യമാണ്. നോക്കൂ, y എന്ന് പറഞ്ഞാൽ 2x plus 2 അല്ലേ, y എന്ന് പറഞ്ഞാൽ 2x plus 2 അല്ലേ. ഈ 2x plus 2 ഞാൻ എവിടെ കൊടുക്കുകയാണ്, ഇതിനകത്തേക്ക് കൊടുക്കുകയാണ്. ഞാൻ പറയാണ്, ഇത് ഇക്വേഷൻ 1 എന്ന് വിചാരിക്കുക, ഇത് ഇക്വേഷൻ 2 എന്ന് വിചാരിക്കുക. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, പുട്ട് എന്താണ്, y is equal to എന്താണ് 2x plus 2 in equation 2. ഇക്വേഷൻ 2-നകത്തേക്ക് y യുടെ വാല്യൂ 2x plus 2 ആണെന്ന് ഞാൻ കൊടുക്കുകയാണ്. അതായത് ഇക്വേഷൻ 2-നകത്തുള്ള y യുടെ വാല്യൂ 2x plus 2 അല്ലെങ്കിൽ 2x plus 2 ആണെന്ന് പറയുകയാണ്. 3x is equal to നോക്കൂ 2x plus 2. y ക്ക് പകരം ഞാൻ കൊടുത്തു 2x plus 2 plus 1. കണ്ടോ, അവിടെ മിച്ചം ഒരു plus 1 ഉണ്ടായിരുന്നു മുകളിൽ, അതവിടെ എഴുതി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ചെറിയൊരു പരിപാടിയുണ്ട്. 3x is equal to 2x plus 2 plus 1 3. കണ്ടോ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഈ എക്സിന്റെ ടേംസ് എല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. നോക്കൂ, 3x ഇവിടെ ഓൾറെഡി ഉണ്ട്, ഈ 2x ഇപ്പുറത്തേക്ക് വരുന്നു. അപ്പുറത്ത് പോസിറ്റീവായി കിടക്കുന്ന 2x ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2x ആയിട്ട് മാറും. is equal to 3. നോക്കൂ, 3x minus 2x എന്ന് പറഞ്ഞാൽ എന്താണ്, 3x minus 2x ഞാൻ പറഞ്ഞു എന്താണ്, ഈ 3-ന്ന് 2 കുറയ്ക്കുക, അപ്പൊ നമുക്ക് 1 എന്ന് കിട്ടും. 1 എന്ന് എഴുതിയില്ലേലും കുഴപ്പമില്ല, പിന്നെ അവിടെ നിന്ന് ഒരു x എടുത്ത് എഴുതുക. അപ്പം നമ്മുടെ ആൻസർ x ആണ്. is equal to 3 എന്ന് കിട്ടും. x-ന്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടും. x 3. അപ്പൊ y കണ്ടെത്തണ്ടേ, y കണ്ടെത്താൻ വേണ്ടിയിട്ടേ ഞാൻ ഇതിനകത്തുനിന്ന് ഈ ഇക്വേഷൻ നമുക്ക് എടുക്കാം. പുട്ട് x is equal to 3 in എന്താണ്, ഇക്വേഷൻ 1. ഇക്വേഷൻ 1-നകത്തേക്ക് ഞാൻ എക്സിന്റെ വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇതിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഇതിനകത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തേക്ക് എക്സിന്റെ വാല്യൂ കൊടുത്താലും നമുക്ക് y കിട്ടും കേട്ടോ. y ഉള്ള ഏത് ഇക്വേഷനകത്തേക്ക് നമ്മൾ ഈ 3-യുടെ വാല്യൂ കൊടുത്താലും എക്സിന്റെ വാല്യൂ കൊടുത്താലും നമുക്ക് y കിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ എടുത്താണ്
y is equal to 2x plus 2. അതിനകത്തേക്ക് നോക്കൂ 2 into 3, എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുക്കുന്നു, പ്ലസ് 2, അപ്പോൾ 6 plus 2 ഇതാണ് 8. y is equal to 8. നമ്മുടെ ഫ്രാക്ഷൻ ആയിട്ടുണ്ട്. x by y ആണ് നമ്മുടെ ഫ്രാക്ഷൻ. x എന്ന് പറഞ്ഞാൽ 3 ആണ്, y എന്ന് പറഞ്ഞാൽ 8 ആണ്. നോക്കൂ, ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ. അപ്പൊ നോക്കൂ കുട്ടികളെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു 4 ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 4 ചോദ്യത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഞാൻ പറഞ്ഞ പോലെ ഒരു നോട്ട്ബുക്ക് എടുക്കുക, പേനയോ പെൻസിലോ എന്താന്ന് വെച്ചാൽ എടുക്കുക, അതിനകത്തേക്ക് നോട്ട്ബുക്കിൽ ചോദ്യം എഴുതുക, ആൻസർ ചെയ്ത് നോക്കുക. ഇത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് 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 നല്ല പോലെ നല്ല തറവാക്കി എടുക്കുക, നന്നായിട്ട് പഠിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത ചോദ്യവുമായിട്ട് വരും. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാപ്റ്ററിലുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്യും. അതുകൂടാതെ നമ്മൾ വേറെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ഒരു ഏകദേശം 11-12 ചാപ്റ്ററുകളുണ്ട്. അത്രയും ചാപ്റ്റർ നമ്മൾ പഠിച്ചു തീർക്കുന്നതായിരിക്കും. അപ്പം നമ്മളോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കുക. അപ്പോൾ സീറ്റ ഓൺലൈൻ ട്യൂഷനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂടുതൽ വിലയേറിയ കമൻറ്റുകൾ കൊടുക്കുക. ഈ കമൻറ്റുകളിലാണ് ഞങ്ങളുടെ വിജയിക്കുന്നത്. എന്തുമാത്രം മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ കമൻറ്റുകളിൽ നിന്നാണ്. അപ്പോൾ നല്ല രീതിക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം കൊടുക്കുക. ആവശ്യമുള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരുക.